ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് 2 ടേം ഇരുന്ന കെജ്രിവാൾ, അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ ആദ്യമായിട്ട് കേട്ടു തുടങ്ങിയത് അണ്ണാ ഹസാരെ നടത്തിയ ചില സമരങ്ങളുമായി ബന്ധപ്പെട്ട, പിന്നീട് അഴിമതിയുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളൊക്കെ രൂപീകരിക്കുന്നു, വലിയ പോരാട്ടം നടത്താൻ പോകുന്നു. പിന്നീട് ഷീലാ ദീക്ഷിതിനെ അട്ടിമറിച്ചുകൊണ്ട് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് ഡൽഹിയിലേക്ക് വരികയാണ്. ഈ 10 വർഷം കൊണ്ട് ഒരു നല്ല രാഷ്ട്രീയക്കാരനായി കെജ്രിവാൾ മാറിയെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ സൂത്രശാലിയായ ഒരു കുറുക്കനാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അങ്ങനെയും പറയാം. സാർ എങ്ങനെയാണ് വിലയിരുത്തുക? ഇതിനകത്ത് സിനിജിയുടെ ചോദ്യത്തിനകത്ത് ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്. കാരണം കേജ്രിവാൾ ഒരിക്കലും രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടേ ഇല്ല, രാഷ്ട്രീയം പുറത്തെടുത്തിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരിക്കലും രാഷ്ട്രീയം കാണാൻ പറ്റത്തില്ല. അതേസമയത്ത് അതിവിദഗ്ധമായ സൂത്രം, ഒരു എന്താ പറയുക, അതിന് തട്ടിപ്പെന്നൊക്കെ പറഞ്ഞാൽ ഉള്ള ചെറുതായി പോകും. കാരണം ഒരു രാജ്യത്തെയും ഒരു ജനത്തെയും ചിന്തിക്കുന്ന മനുഷ്യരെയും ഒക്കെ കബളിപ്പിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞെന്നുള്ളത്. ബുദ്ധിപരമായി പറ്റിക്കുകയായിരുന്നു അല്ലേ? ബുദ്ധിപരമായി പറ്റിക്കാൻ, തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു 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 രാജ്യത്തെ ജനതയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തൻ്റെ വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കാനായിട്ട് തൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വിജയിച്ചൊരു വ്യക്തിയാണ് കെജ്രിവാൾ. സ്വാഭാവികമായിട്ട് അയാൾ IIT പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ബുദ്ധി ഇദ്ദേഹം ഉപയോഗിച്ചത് തൻ്റെ ഒരു സ്വകാര്യ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ജനതയെ മുഴുവൻ കബളിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയമില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചിഹ്നം നോക്കുക, ചൂലാണ് ചിഹ്നം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ചൂലെന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. കാരണം അഴുക്കിനെ തുടച്ചു മാറ്റാനുള്ള സാധനം. പക്ഷേ ഈ ചൂല് പ്രതിനിധാനം ചെയ്യുന്നത്, ഒരു ചൂല് കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് എന്താണ്? അഴുക്കാണ് ഓർമ്മിക്കുന്നത്. നമ്മളുടെ അസോസിയേഷനാണ്. നമ്മളുടെ ബോധമനസ്സ് കൊണ്ട് ചൂലിനെ കാണുമ്പോൾ ആ ചൂലിനെ നമ്മൾ ആ അബോധ മനസ്സിൽ മുഴുവൻ ആ ചൂലും അഴുക്കും തമ്മിലുള്ള അസോസിയേഷനാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂല് നമ്മളെ കൊണ്ടുപോകുന്നത് ആ അസോസിയേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഹിറ്റ്ലർ എന്ന് നമ്മളുടെ ഒരു പേര് കേൾക്കുമ്പം തന്നെ പെട്ടെന്ന് ആ ഹിംസയുടെ ഭീകരതയിലേക്ക് നമ്മളുടെ അബോധ മനസ്സ് കംപ്ലീറ്റ് പോകും. ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രതീകങ്ങളും അത് മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന ഒരു ബോധം എന്ന് പറയുന്ന സംഗതി. ഇവിടെ ചൂലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൂലെന്തിനു വേണ്ടിയിട്ടാണ്? അഴിമതി തുടച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം നമുക്ക് സാമാന്യ ബുദ്ധിക്കാർക്ക് കേൾക്കുമ്പോഴത്തേക്ക് വളരെ ശരിയാണെന്ന് തോന്നും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെയാണ് രാഷ്ട്രീയമില്ലാത്തത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിയുടെയും ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തെ ഗുണപരമായി മാറ്റുന്നതിന് അവരെ എങ്ങനെ പര്യാപ്തമാക്കി അവരിലൂടെ ഒരു ചാലകശക്തിയെ സൃഷ്ടിച്ച് അവരെ ഉണർത്തിക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ നിർമ്മാണ പ്രക്രിയകളിലും സമാധാനപരമായി ഏർപ്പെടുത്തി ഫലമുണ്ടാക്കി സുഖകരമായി ജീവിക്കുക. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ലക്ഷണമെന്ന് പറയുന്ന സാധനം. അപ്പോൾ അത്തരം എന്തെങ്കിലും സംഗതി ഇതിനകത്ത് കാണുന്നില്ല അല്ലേ? മാത്രവുമല്ല, ഈ പാർട്ടിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 100% സിഖുകാർ, താടി വെച്ചിട്ടുള്ള സിഖുകാർ, സിഖ് മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഷേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷേവിങ്ങും കട്ടിങ്ങുള്ള ഒരു ബാർബർ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരാളെങ്കിലും കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം ഷേവ് ചെയ്യുന്ന ആൾക്കാരും തലമുടി വെട്ടുന്ന ആൾക്കാരൊക്കെ ഉള്ളിടത്ത് പോയി ബാർബർ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആളിനെ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ അഴിമതി ഇല്ലാത്തൊരു സമൂഹത്തിലാണെങ്കിൽ ഈ ചൂലിന് എന്താ പ്രസക്തി ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അവിടെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ അവിടെ പിന്നെ എന്ത് രാഷ്ട്രീയവും പോട്ടെങ്കിൽ ഒന്നുമില്ല. പക്ഷേ എല്ലാ മനുഷ്യനും ഈ നന്മയോടുള്ള ഭയങ്കര ആർത്തിയുണ്ട്. നമ്മളിന്ന് ജയിലിൽ കിടക്കുന്ന ഏറ്റവും വലിയ ക്രൂരത ചെയ്യുന്ന കുറ്റവാളി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അയാൾ ഏതോ ഒരു സുഖത്തിന് വേണ്ടിയും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ആ ക്രൈം ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവമാണ്. ഇത് എങ്ങനെ ഇതിലേക്ക് പോകുന്നു എന്നതനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൻ്റെയും ഗതി മാറുന്നത്. അതായത് സുഖകരമായ വഴിയിലേക്ക് പോകണോ അസുഖകരമായ വഴിയിലേക്ക് പോകണോ എന്നുള്ള സാധനം. അപ്പോൾ ഇവിടെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിരന്തരമായ അഴിമതികളുടെ കഥകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അഴിമതിയും വൃത്തികേടുകളും ഒന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല. കാര്യം നമ്മളിപ്പം വൃത്തികേടായിട്ടുള്ള വസ്ത്രം ഇടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ മനുഷ്യനും വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മാനസികാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ അണ്ണാ ഹസാരെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെയാണ് ഇയാളുടെ സൂത്രബുദ്ധി വരുന്നത്. ഈ അണ്ണാ ഹസാരെ എന്തുകൊണ്ട് ഉപയോഗിച്ചു? അവിടെയാണ് ഈ പ്രതീകവും ഒരു ജനതയുടെ ഉണർവും തമ്മിലുള്ള സംഗതി.
ഇത് ഞാൻ ഈ കേജ്രിവാൾ രംഗപ്രവേശം ചെയ്ത അന്ന് ഞാൻ പലയിടത്തും എഴുതുകയും ചെയ്തു, പറയുകയും ചെയ്ത സാധനമാണ്. അതിവിദ്യാസമ്പന്നരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടും പ്രൊഫഷണലിസ്റ്റുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അവരെയൊക്കെ ഈ കേജ്രിവാളിനെ ഒരു പുതിയ അവതാരം പോലെയാണ് കാണുന്നത്. മാത്രമല്ല അവരൊക്കെ ഇങ്ങനെ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരൊക്കെ ഈ കേജ്രിവാളിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ സ്വമേധയാ കാശിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്വീകാര്യത ഈ പറഞ്ഞ പോലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങളിൽ പോലും പ്രബുദ്ധരെന്ന് പറയുന്ന ആൾക്കാരിൽ പോലും ഇദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് അണ്ണാ ഹസാരെ ഉപയോഗിച്ചു? ഇന്നിപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 10ഉം 12ഉം വയസ്സായാലേ 12 വയസ്സിന് മേലായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് അണ്ണാ ഹസാരെ എന്ന് പേരുണ്ടാവും. അതെ, കാര്യം ആ സത്യാഗ്രഹ സമയത്ത് ഇത് വന്നു. എന്തുകൊണ്ട് ഇന്ത്യൻ ജനത ഉണർന്നു, അല്ലെങ്കിൽ അണ്ണാ ഹസാരയുടെ ആ ഒരു സത്യാഗ്രഹത്തിലേക്ക്, അഴിമതിക്കെതിരെയുള്ള സത്യാഗ്രഹത്തിലേക്ക് ശ്രദ്ധ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ണാ ഹസാരെ നമ്മുടെ എല്ലാം ഇന്ത്യക്കാരുടെ മനസ്സിൽ വളരെ നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു ബിംബമുണ്ട്. ആ ബിംബത്തെ പതുക്കെ ഒന്ന് ഉണർത്തി. അത് ഗാന്ധിജിയുടെ ബിംബമാണ്. ആ ഒരു ഗാന്ധിയൻ വികാരത്തെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പിന്നുള്ള അസോസിയേഷൻസ് മുഴുവൻ കേജ്രിവാളിൻ്റെയും അണ്ണാ ഹസാരയുടെയും എല്ലാം ഈ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടാണ്. പെട്ടെന്ന് പരിവേഷം മാറുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ പ്രതീക്ഷ വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലൊരു പുതിയ ഒരു അവതാരം വരുന്നു, രാജ്യത്തെ രക്ഷിക്കാനായിട്ടൊരു ജനം വരുന്നു, ചുറ്റുപാടും മുഴുവൻ അഴിമതി, വൃത്തികേടുകൾ വരുന്നു. ഇദ്ദേഹം വിദ്യാസമ്പന്നനാണ്. ഇദ്ദേഹം ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ടൊരു സാധാരണ പാവപ്പെട്ട ചേരി വീട്ടിൽ പോയിട്ട് അവിടുത്തെ കറണ്ട് ശരിയായി കൊടുക്കുന്നു. അപ്പം സാങ്കേതികമായിട്ട് ജ്ഞാനമുള്ള വ്യക്തിയാണ്. IRS ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പരിവേഷം മാറുന്നു. അങ്ങനെ ഒരു വ്യക്തി ഒരു സാധാരണക്കാരനേക്കാൾ സാധാരണ രീതിയിൽ വേഷം ധരിച്ച് ഒരു റെയിൻവോൾഡിൻ്റെ പേനയൊക്കെ പോക്കറ്റിൽ കുത്തി നടക്കുമ്പോൾ ഗാന്ധിജിയെ കാണുകയായിരുന്നു ചെയ്തത്. അതിനാണ് അണ്ണാ ഹസാരെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചത്. അണ്ണാ ഹസാരയുടെ ആ മൂവ്മെൻറ്റ് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഒരു സപ്പോർട്ട് കിട്ടി തന്നപ്പോഴത്തേക്ക് അണ്ണാ ഹസാരെ ഒഴിവാക്കി. അണ്ണാ ഹസാരെ അപ്പോഴത്തേക്ക് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് പുള്ളി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരും നായകന്മാരും നേതാക്കളും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്തൊക്കെ വളരെ യുക്തിസഹമായിട്ട് സംസാരിക്കുകയും വളരെ സെക്യുലറായിട്ടുള്ള വളരെ ഒരു ബഹുമാന്യനായ വ്യക്തിയാണ് നമ്മുടെ പ്രൊഫസർ കാരശ്ശേരി മാഷ്. ഈ കാരശ്ശേരി മാഷ് പോലും ഡൽഹിയിൽ പോയി ഈ കേജ്രിവാളിനെ കണ്ടിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം എഴുതിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയുമായിട്ട് ഉപമിച്ചുകൊണ്ടാണ്. അത്രയും ഉയരം, അങ്ങനൊരു മനുഷ്യൻ, അങ്ങനൊരു അനുഭവം എന്ന് എഴുതുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ എത്രമാത്രം സ്വാധീനമാണ് കേജ്രിവാൾ ഉപയോഗിച്ചത്. അതുപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ പിന്നെന്താണ് ഫ്രീ ബീസ് കൊടുക്കുകയാണ് ചെയ്തത്. ജനങ്ങളെ കംപ്ലീറ്റ് ഔദാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് വാരി കോരി കൊടുക്കുക എന്ന് പറയുന്നു. അത് കൊടുത്തു. കുറേയൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അവിടുത്തെ സ്കൂളുകളിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞു. രണ്ടാം തവണ ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇത് ഏറ്റവും വലിയ അഴിമതിയുടെ ഇതിലേക്ക് കൂത്തരങ്ങായിട്ട് മാറുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ AAPയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് അഴിമതി കേസുകളിലും മറ്റുള്ള കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവരെ ഇദ്ദേഹം തന്നെ പുറത്താക്കുന്ന സംഗതികൾ വരുന്നു. അങ്ങനെ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിലേക്ക് ഈ AAP അധപ്പതിക്കുകയും മാത്രവുമല്ല, പിന്നെ അദ്ദേഹം എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP കേന്ദ്രത്തിൽ ഭരിക്കുമ്പം അവരാണല്ലോ പരാജിതർ. അതെ. അപ്പം കേജ്രിവാളിനെ മുറുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ അതിനെയൊക്കെ ഒരു യുദ്ധത്തിൻ്റെ മുഖത്തിലേക്ക് കൊണ്ടുപോവുകയും ആ യുദ്ധത്തിലൂടെ തനിക്ക് വീണ്ടും നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്ത് കോൺഫ്ലിക്റ്റ്, അതേ സമയത്ത് തന്നെ ഈ മദ്യ അഴിമതിയിൽ നിന്ന് പുള്ളിക്ക് ഇപ്പോഴും ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഒയാസിസ് മദ്യ കമ്പനിക്ക് പാലക്കാട്ട് അനുമതി കൊടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആരോപണം വരുന്ന സമയത്ത് ഡൽഹി അഴിമതി കേസിലെ കമ്പനിയാണെന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറയുന്നു. അപ്പോൾ വീണ്ടും ആ ഡൽഹി അഴിമതിയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കബളിപ്പിക്കലാണ് കേജ്രിവാൾ നടന്നത്. ഈ കേജ്രിവാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വാതി മാലിവാൾ, അവർ MP ആയി. അതിനുശേഷം അവർക്ക് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു അഭിഭാഷകരെ MP ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സ്വാതി മാലിവാളിനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വെച്ച് തല്ലുന്നു.
ഇത് കണ്ട് ഇന്നവരൊക്കെ പരാതിയായിട്ട് കേൾക്കുന്നു, ഇവർ പുറത്ത് വന്ന് പറയുന്നു. പക്ഷേ അവിടെയൊക്കെ കെജ്രിവാൾ കുറ്റകരമായൊരു മൗനം പാലിക്കുന്നു, പലതും തുറന്നു പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് 7 8 ആപ്പിളിൻ്റെ ഫോണാണ് പിടിച്ചെടുക്കുന്നത്. ഈ ഫോണിൻ്റെ ഒന്നും പാസ്വേഡ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം ഈ കിട്ടിയ പൈസ വൻതോതിൽ പണം തട്ടിയെടുത്തു. ഈ പണമൊക്കെ വിദേശത്താണോ നിക്ഷേപിച്ചത്? എന്താണ് ഇയാൾ ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചത്? ഇതൊരു വലിയ മിസ്റ്ററിയാണ്. ഇപ്പോഴും ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം കേജ്രിവാൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ NGO എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം. വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നേരത്തെ തന്നെ അദ്ദേഹം ഒരു NGOയിൽ അസോസിയേറ്റഡ് ആയിരുന്നു. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. ആ മിസ്റ്ററീസിനെല്ലാം, ആ ഒരു ദുരൂഹതകളെല്ലാം ആദ്യം അദ്ദേഹം ഈ ഗാന്ധിയൻ അസോസിയേഷനിൽ അല്ലെ ഗാന്ധിയോട് ചേർത്ത് വെച്ചിട്ട് ഉള്ള ഒരു ഇമേജിലാണ് പുള്ളി അതിനെയൊക്കെ നേരിട്ട സാധനം. അപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് വിറങ്ങലിച്ചു പോയി. മാത്രമല്ല ഈ AAPയുടെ ആ ഒരു മാതൃകയിൽ പല നടപടികൾ സ്വീകരിക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവേണ്ട ഒരു അവസ്ഥയും വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലുള്ളവർക്കും മറ്റേ ഇന്ത്യയിലുള്ള ഈ ആക്ടിവിസ്റ്റുകൾക്കും ഉള്ള ഒരു നല്ല ഒരു സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇതൊരു ആക്ടിവിസമാണ് ഇവിടെ ഉപയോഗിച്ചത്. ആക്ടിവിസം രാഷ്ട്രീയമല്ല, അല്ല, അത് രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് സാധനം. കാരണം സാറാ ജോസഫും ശ്രീകണ്ഠൻ മറ്റേ ഇവർ നീലകണ്ഠൻ അല്ലേ, അദ്ദേഹമൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ട് ഒരു ഫോളോവറായിട്ടൊക്കെ മാറി. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇതാണ് മാതൃകാപരമായ നിലപാടുകളെന്ന് അവതരിപ്പിക്കുന്നത് ഈ സാറാ ജോസഫിലൂടെയും CR നീലകണ്ഠനിലൂടെയൊക്കെയാണ്. സാറാ ജോസഫ് ഈ AAP ചൂല് മറ്റേ ചിഹ്നമാക്കുന്നതിന് മുമ്പ് തന്നെ സാറാ ജോസഫും കൂട്ടരും കൂടെ തൃശ്ശൂർ ചൂലെടുത്തുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ നടത്തി. എല്ലാം ക്ലീൻ ചെയ്യാൻ പോകുന്നു. ആരോ പ്രതിഷേധം, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്താണെന്ന് തോന്നുന്നു, എന്തായാലും ചൂലെടുത്തുകൊണ്ട് പ്രതിഷേധം നടത്തി. ഇതിനകത്ത് ആവേശം കൊണ്ടിട്ട് കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൗസിലെ ഈ സ്വീപ്പേഴ്സായിട്ടുള്ള സ്ത്രീകൾ അവിടുത്തെ മാനേജർക്ക് നേരെ ചൂലെടുത്തുകൊണ്ട് പോയി അവരെ മർദ്ദിച്ചു. അവസാനം എന്ത് പറ്റി? അവർക്കെതിരെ കേസെടുത്തു, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഇപ്പോഴും അവർ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ അടുത്ത കാലത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഉള്ള അറിവ്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു നിരുത്തരവാദപരമായ സംഗതികളാണ്. ഇതാണ് ഇതിൻ്റെ സ്വാധീനം. ഈ നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് സാധനം. പെട്ടെന്ന് നെഗറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നും. കാര്യം അതൊരു ശരാശരി മനുഷ്യൻ്റെ, സാംസ്കാരികമായി ഉയരാത്ത മനുഷ്യൻ്റെ മനോനിലയിൽ നിന്നുണ്ടാകുന്ന സാധനമാണ്. അതായത് നമ്മളിലെല്ലാം ഉണ്ടാകുന്ന മൃഗീയ ഭാവത്തിൻ്റെ ഒരു പ്രകടനമാണ്. അതായത് അടിച്ചാൽ തിരിച്ചടിക്കുക, തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കുക. പക്ഷേ ഇവിടെ ഗാന്ധിയൻ ആദർശങ്ങളാണ് ഇദ്ദേഹം പിന്തുടരുന്നതായിട്ട് നമ്മൾ കാണിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയെ ചതിച്ചു വന്ന വ്യക്തിയാണ് കെജ്രിവാൾ എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഗാന്ധിജി ഇത്രയും കൂടുതൽ എന്താ പറയുക ദുരുപയോഗം ചെയ്ത്, ഇത്രയും ഡിസ്റ്റോർട്ട് ചെയ്ത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ ആ സ്മരണ ഉണർത്തിയിട്ട്, അതാണ് അണ്ണാ ഹസാരയുടെ ഇവിടുന്ന് ഉപയോഗിച്ചത്. സിമ്പലാണ് ഉപയോഗിച്ചത്. ശരിക്ക് ഈ സിമ്പൽ പിന്നെ നമ്മൾ സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് ഈ സിമ്പൽ വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിലും വ്യക്തിയിലും മാറ്റാമെന്നുള്ളത് ഇപ്പോൾ ആധുനിക സമൂഹത്തിൽ ഈ മോഡേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്നൊരു സാധനമാണ് നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും വലിയ സുതാര്യമായ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എല്ലാത്തിനെയും നിശ്ചയിക്കുന്നത് നയിക്കുന്നത് നറേറ്റീവ്സാണ്. അപ്പോൾ അവിടെ ഈ നറേറ്റീവ്സിൽ ഈ സിമ്പൽ വളരെ പ്രധാനമാണ്. കാരണം സിമ്പലും സിഗ്നലും തമ്മിൽ വ്യത്യാസമുണ്ട്. സിമ്പൽ എന്ന് പറയുന്നത് അമൂർത്തമായൊരു സംഗതിയെ മൂർത്തമായിട്ട് കാണിക്കുന്ന ഒരു സാധനമാണ്. സിഗ്നൽ അതല്ല. വളരെ വ്യക്തമായിട്ട് ഇപ്പം നമുക്ക് റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകാൻ പറ്റും. മനസ്സിലല്ലേ? ഈ സിമ്പലുകൾ പലതും നമ്മൾ അബോധപൂർവമായി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സംഗതികൾ ഉണർത്താൻ പര്യാപ്തമാവുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അബോധപൂർവമായി കിടക്കുന്ന ഒരു സംഗതിയാണ് ഗാന്ധിജി. ആ ഗാന്ധിജി എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചത്? ഗാന്ധിജി സ്വന്തമായിട്ടൊന്നും ഡിവൈസ് ചെയ്തിട്ടില്ല. ഗാന്ധിജി ഈ സംസ്കൃതി, ജീർണിച്ചുപോയ ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ ഉറങ്ങിക്കിടന്ന ആത്മാവിൻ്റെ അംശത്തെ മനസ്സിലാക്കിയിട്ട് അത് ദേശീയ പ്രസ്ഥാനത്തിൽ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയിലൂടെ വന്നത് ആ ഒരു സംസ്കാരമാണ്. അപ്പം ഇവിടെയും സംഭവിച്ചതാണ് ആ ഇന്ത്യൻ സംസ്കാരം, നമ്മളുടെ എല്ലാവരുടെയും DNA ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ DNA അതിവിദഗ്ധമായിട്ട് കെജ്രിവാൾ ഉണർത്തി കബളിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാലും കെജ്രിവാളിൻ്റെ നിഗൂഢതകൾ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞുമലയാണ്. ആ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ഇപ്പോൾ പുറത്തു വരും. അപ്പോൾ എന്തായാലും ഇപ്പം സ്ഥാനത്ത് നിന്ന് പുറത്തായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി പല കേസുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൂടുതൽ വിവരങ്ങളൊക്കെ അപ്പോൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.